ഗുഡ് മോർണിംഗ് പ്രമിലേട്ടാ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ട്രംപിനെ തീർക്കാനുള്ള കൊട്ടേഷൻ കിട്ടിയിരിക്കുകയാണ്. എന്താണ് ട്രംപിനെ ഇനി വേണ്ട, ട്രംപ് ഈ ലോകത്തെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം? ഈ കൊട്ടേഷൻ അല്ല, നമ്മൾ ഈ അറവുശാലകളിൽ ആ മാടുകളെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ പുള്ളി ഇടില്ലേ എന്ന് പറയുന്ന പോലെ ട്രംപിനും പുള്ളിയിട്ട് വെച്ചേക്കുക. ട്രംപിന് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒരു ബോണസായിട്ട് കൂടെ കൊടുക്കുന്നു. ഈ ഫത്വ പുറപ്പെടുവിക്കൽ എന്നാണ് പറയുക. അതായത് ഈ മുസ്ലിം മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാർ കൊടുക്കുന്ന മതശാസനയ്ക്കാണ് ഈ ഫത്വ എന്ന് പറയുക. അപ്പോൾ അത് പാലിക്കാൻ വിശ്വാസ സമൂഹം ബാധ്യസ്ഥരാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇറാനിലെ അവിടെ ഷിയ ഭൂരിപക്ഷ മേഖലയാണല്ലോ. അപ്പോൾ അവിടുത്തെ ഷിയാകളുടെ ഏറ്റവും മുതിർന്ന പുരോഹിതനായ അയത്തുള്ള നാസർ മഗേരാം ഷിറാസി എന്ന് പറയുന്ന ആളാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഈ പറയുന്ന ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണെന്നാണ് ഇയാൾ വിശേഷിപ്പിക്കുന്നത്. അതായത് അതുകൊണ്ട് തന്നെ ഇവരെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ ഇവരെ ഇല്ലാണ്ടാക്കാൻ സർവ്വലോക മുസ്ലിങ്ങളെല്ലാം ഒന്നിക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്. അതായത് ഷിയ സാമ്രാജ്യത്തിനെതിരെ പ്രതികരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഇവരെ യുദ്ധപ്രഭുക്കളായി അല്ലെങ്കിൽ യുദ്ധക്കുറ്റക്കാരായിട്ട് കാണും. ഇവരെ ഒരു വാക്ക് അവരുടെ ഭാഷയിൽ വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് മൊഹറബ്. ഇവർ മൊഹറബ് ആണെന്നാണ് ഇയാൾ വിശേഷിപ്പിക്കുന്നത്. ഈ മൊഹറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നയാൾ എന്നാണ് അർത്ഥം. അപ്പൊ ഈ നെതന്യാഹുവും ട്രംപും ദൈവത്തിനെതിരെ, ഇവരുടെ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവരെ തീർക്കണം. അപ്പൊ അങ്ങനെ ഈ മൊഹറബ് എന്ന് വിശേഷണം കിട്ടിയ ആൾക്കാരെ ഈ ഇറാനിലെ അവരുടെ മുസ്ലിം നിയമപ്രകാരം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയാമോ? അവരെ അങ്ങനെ ആ മൊഹറബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാളെ ഒന്നെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കും, അല്ലെങ്കിൽ ഈ കുരിശു മരണം പോലെ പീഡിപ്പിച്ചു കൊല്ലും, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. അതല്ലെങ്കിൽ അവയവങ്ങൾ വെട്ടിമാറ്റും, കയ്യും കാലും ഒക്കെ വെട്ടിമാറ്റാം. ഏറ്റവും ചെറിയ ശിക്ഷ നാടുകടത്തലാണ്. അപ്പോൾ ഈ ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയൊക്കെ കിട്ടിയാൽ ഈ വിധത്തിൽ തീർത്ത് കളയണം എന്നുള്ളതാണ് ഈ ഫത്വയുടെ ഉള്ളടക്കം. കഴിഞ്ഞില്ല. ഇനി ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും ട്രംപിനും അഭയം കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന മുസ്ലിങ്ങളോ അല്ലാത്തവരോ ആയവരുടെ പ്രവൃത്തിയെ അമുസ്ലിങ്ങൾ അവരെ അതെല്ലാം അവരുടെ പ്രവൃത്തിയെ ഹറാം എന്നാണ് വിശേഷിപ്പിക്കുക. അത്തരം പ്രവൃത്തികളെല്ലാം ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തി. അതായത് അത് മോശം പ്രവൃത്തിയാണ്. അതിന് അതിൻ്റെതായ ശിക്ഷ വേറെയുണ്ട്. ഹറാമായിട്ടുള്ള ജോലി പാപ പരിഹാരാർത്ഥമുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. ഈ ഭീകരവാദം ഹറാമല്ലേ? ഭീകരവാദം എന്നല്ലല്ലോ അതിന് പറയാം. അവർ ദൈവത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്നാണല്ലോ പറയാം. അതിന് ജിഹാദ് എന്നൊക്കെ വിശേഷിപ്പിക്കുക, വിശുദ്ധ പോരാട്ടം. ഓക്കെ. ഇനി ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് ലോകത്തെ മുസ്ലിങ്ങൾ, അതായത് ഇവർ ദുഃഖിക്കുന്ന തരത്തിൽ, അതായത് ഈ ട്രംപും നെതന്യാഹുവും അവർ ചെയ്ത പ്രവൃത്തിയിലും അവരുടെ വാക്കുകളിലും, അവർ പറഞ്ഞ വാക്കുകളിലും ദുഃഖിക്കുന്ന തരത്തിൽ ആക്കി തീർക്കാനായിട്ട് ലോകത്തെ മുസ്ലിങ്ങൾ ഒന്നിക്കണം. കഴിഞ്ഞില്ല. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന നെതന്യാഹുവിനെയും ട്രംപിനെയും വധിക്കാനോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനോ വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ജീവൻ തന്നെ പോയാലോ അത്തരക്കാരെ ദൈവത്തിൻ്റെ പോരാളികൾ എന്നാണ് വിശേഷിപ്പിക്കുക. മനസ്സിലായി? അതായത് അവരൊക്കെ രക്തസാക്ഷികളെന്നോ വിശുദ്ധരെന്നോ ഒരു ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗം ചെയ്തവരെന്നുള്ള ഒരു പദവിയിലായിരിക്കും അവരെ പരിഗണിക്കുക. അപ്പം ഇത്രയാണ് ഈ ഫത്വയുടെ ഉള്ളടക്കം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ ഇവരെ കൈ കിട്ടുകയാണെങ്കിൽ തീർക്കണം. പച്ചയായി പറഞ്ഞാൽ ഈ രണ്ട് നേതാക്കൾക്കെതിരെയും ഭീകരാക്രമണത്തിനുള്ള ആഹ്വാനമാണ് ഈ ഫത്വ. ഇപ്പം നമ്മളീ പറയുന്നത് പോലെ യുദ്ധം അവസാനിച്ചു. ട്രംപ് പറയുകയും ചെയ്തു അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമനേയിയെ വധിക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായിരുന്നു. എന്നാൽ അത് വേണ്ടെന്ന് വെച്ചു. അയാളുടെ ജീവൻ ഞാൻ ഭിക്ഷയായി കൊടുക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇനി മേലാൽ ഇത്തരം യുദ്ധപ്രവൃത്തികൾക്കോ സംഘർഷത്തിനോ മുതിരരുത്. ഇനി സമാധാനമാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഇവർ ഈ ആണവ നിർവ്യാപന കരാറിന് തയ്യാറാകണം എന്നാണ് ട്രംപ് പറഞ്ഞത്. അങ്ങനെയുള്ള ട്രംപിന് കൊടുക്കുന്ന മറുപടിയാണിത്. ട്രംപിനെ കാച്ചിക്കളയും തീർത്തുകളയും എന്നൊക്കെ. കൂടെ ബെഞ്ചമിൻ അതായത് ട്രംപിന്റെ വലങ്കയായിട്ട് പ്രവർത്തിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇതൊക്കെ ബാധകമാണ്. അയാളെയും കൈ കിട്ടുകയാണെങ്കിൽ അപ്പം തീർത്ത് കളയണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സമാധാനത്തിന് വേണ്ടിയോ നിലനിൽപ്പിന് വേണ്ടിയോ ആരൊക്കെ പോരാടുന്നു അവരെയൊക്കെ തീർത്ത് കെട്ടാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ
ഈ ഹറാം എന്ന് പറഞ്ഞ് ഫത്വ എന്നൊക്കെ പറഞ്ഞ് ഇവർ പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയും പറയാം. ഇവര് ഇതിൽ ഭീകരവാദം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള, ദൈവം പറയുന്നു ഞങ്ങൾ ചെയ്യുന്നു. അതായത് ഇവിടെ അമേരിക്കയും അതേപോലെ ഇസ്രയേലും അവിടെ നടത്തിയ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തി അവരുടെ കരാറിന് വിരുദ്ധമായി ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഇറാനിലെ ജനത അല്ലെങ്കിൽ ഇറാനിലെ മതനേതൃത്വം അതിനെ കണക്കാക്കുന്നത് അവരുടെ വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലാണ്, വിശ്വാസത്തിനെതിരെയുള്ള കുറ്റം എന്ന നിലയിലാണ്. കാര്യം അവരുടെ ആധ്യാത്മിക നേതാവ് അയത്തുള്ള അലി ഖമിനേയെ വധിക്കും, അയാളെ ഇല്ലാണ്ടാക്കും, അയാളുടെ സാമ്രാജ്യത്തെ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന യുദ്ധം എന്ന രീതിയിലാണ് അവർ ചിത്രീകരിക്കുന്നത്. അവർക്ക് ഈ ആറ്റം ബോംബോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അല്ല, അവരുടെ വിശ്വാസത്തിനെതിരെയുള്ള അതിക്രമം എന്ന നിലയിലാണ് ഇറാനിലെ മതനേതൃത്വം ഇതിനെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ മതപരമായ മറുപടി അതിന്, അതായത് ഈ ഫത്വ പുറപ്പെടുവിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മതശാസനയാണ്. അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസ സമൂഹം മുഴുവൻ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അന്ന് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ മരണാസന്നനായി കിടക്കുന്ന ഒരാൾ, ഈ സമൂഹത്തിൽപ്പെടുന്ന എല്ലാവരും ഈ ഫത്വ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ ട്രംപോ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവോ വന്ന് പെട്ടാൽ കാച്ചിക്കളയണം, അതാണ് നിർദ്ദേശം. വേറെ ശിക്ഷിക്കാൻ കോടതി വിധിയൊന്നുമില്ല അവർക്ക്. അതായത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന് അവരുടേതായ ഒരു നിയമമുണ്ട്, ശരീഅത്ത് നിയമം. അവരതിനെ പാലിക്കുക. അതായത് ഇപ്പം അവർ ഉള്ളത് ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്ത് ഒരു ജനാധിപത്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു നിയമ സംവിധാനം ഉണ്ടെങ്കിലും ഈ മത അധ്യക്ഷന്മാർ, മത നേതൃത്വം പിന്തുടരുന്നത് എപ്പോഴും അവരുടെ മതത്തിൻ്റെതായ നിയമമായിരിക്കും. അത് പ്രകാരമുള്ള കൽപ്പനയാണ് ഇതെല്ലാം. ഇപ്പം അവിടെ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്, അവിടെ ഒരു നിയമ സംവിധാനം വേറെ ഉണ്ടെങ്കിൽ അവർ ആ രീതിയിലായിരിക്കും പെരുമാറുക. പക്ഷേ ഇതല്ല, ഇതൊരു പാരലൽ, ഇത് വേറൊരു യൂണിവേഴ്സാണ്. നമ്മുടെ സിനിമയിലൊക്കെ പറയുന്നത് ഒരു വേറൊരു യൂണിവേഴ്സാണ്. അവർ ആ രീതിയിലാണ് ചിന്തിക്കുക. അവരുടെ മതവിശ്വാസപ്രകാരം ഇതെല്ലാം അവർക്കെതിരെയുള്ള, അവരുടെ വിശ്വാസത്തിനെതിരെയുള്ള അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തിനെതിരെയുള്ള അതിക്രമമാണ്. അവർക്കെതിരെ പോരാട്ടം നടത്തുന്ന, ദൈവത്തിനെതിരെ പോരാട്ടം നടത്തിയവരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരെ ഇല്ലായ്മ ചെയ്യണം. ഈ പറഞ്ഞ പോലെ കൈ കിട്ടുകയാണെങ്കിൽ ഒന്നെങ്കിൽ വധശിക്ഷ, അവരെ കിട്ടുകയാണെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരെ പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ച് കൊല്ലണം, അല്ലെങ്കിൽ കൈയും കാലൊക്കെ വെട്ടിക്കളയണം, അതല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവന്ന് നാട് കടത്തണം. അതിപ്പോൾ അവരുടെ നാട്ടിലുള്ള ആളാണെങ്കിൽ അയാളെ അവിടുന്ന് പുറത്താക്കണം. ഈ ആയത്തുള്ള ഖമനേയ്ക്ക് ട്രംപ് ഭിക്ഷ കൊടുക്കണ്ടായിരുന്നു, അയാൾ ആദ്യം തീർത്ത് കെട്ടണമായിരുന്നു. ഇത്തരത്തിൽ മതഭ്രാന്ത് പിടിച്ചു നടക്കുന്നവന്മാരാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നത് മുഴുവൻ. ഭീകരവാദം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് മുഴുവൻ ദൈവം പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നു, ദൈവത്തിനെതിരായി നിൽക്കുന്നവരെ ഞങ്ങൾ തീർക്കുന്നു. പച്ചയായി പറഞ്ഞാൽ മനുഷ്യരെ കൊല്ലുക എന്നുള്ളതല്ലേ. അതിന് ജിഹാദ് എന്നൊക്കെ വിളിച്ച് അതിനെ വലിയ ആർഭാട പേരൊന്നും വേണ്ട. ഭീകരവാദം, മതത്തിന്റെ കൂട്ട് പിടിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുന്ന രീതി. അതായത് ഇവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഇവരുടെ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് ഇവർക്ക് വേണ്ടപ്പെട്ടവർ. ഇവരുടെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വിശ്വാസത്തിലല്ല. അത് ആ ഏകദൈവ വിശ്വാസത്തിന് ഉപരിയായിട്ടുള്ള വിശ്വാസികളെയല്ല ഇവര് അതിന് വിരുദ്ധരായിട്ടുള്ളവരായിട്ടാണ് കാണുന്നത്. അതായത് അവരെ ഇല്ലാണ്ടാക്കണം, ഇവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. അപ്പോൾ അവരെല്ലാവരും എന്താ പറയുക, ഈ പറയുന്ന വേണ്ടാത്ത, ഈ സമൂഹത്തിലോ ഈ ലോകത്തോ വേണ്ടാത്ത ആൾക്കാരായിട്ടാണ് ഇതിന് പുറത്തുള്ള ആൾക്കാർ ഇവർ ചിത്രീകരിക്കുക. അവരെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ അജണ്ട. നല്ല ഇതല്ലേ, നല്ല സമീപനം.